നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആണല്ലോ, പക്ഷെ നിങ്ങളുടെ ഡിഗ്രി നോക്കിയപ്പോൾ അതിൽ LLB വക്കീൽ ബിരുദം കൂടെ കണ്ടു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 2 ബിരുദങ്ങളുള്ളതുകൊണ്ട് എന്താണ് ഗുണം? ഇത് ശരിക്കും LLB എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ആവശ്യമുള്ളൊരു ഡിഗ്രിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നിയമപരിജ്ഞാനം എന്ന് പറയുന്നത് അത് ഏത് മേഖലയ്ക്കും നല്ലതാണ്. ഈവൻ പോലീസിലുള്ളവർക്കും LLB നല്ലതാണ്, അതേപോലെ ഒരു ഡോക്ടറിനാണെങ്കിലും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമീപിക്കുന്നത് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ 2 ഡിഗ്രികളിൽ ഒരാളെ കണ്ടാൽ, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ കണ്ടാൽ സാധാരണക്കാരന് എന്താണ് പ്രയോജനമുള്ളത്? അവർക്ക് സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു എഞ്ചിനീയറെ കണ്ടു കഴിഞ്ഞാൽ അവർ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ നിയമപരമായിട്ട് ഇവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒരു സാധാരണ എഞ്ചിനീയറിന് അറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളുമായിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റ് വെക്കുമ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടണം, നിയമപരമായി നിലനിൽക്കുന്നതാണ്. ഇപ്പം കോടതിയിൽ ഒരിക്കലും നമ്മുടെ സാധാരണ നാട്ടു നടപ്പുള്ള കാര്യങ്ങളൊന്നും കോടതി അക്സെപ്റ്റ് ചെയ്യില്ല. ഇന്ത്യൻ കോൺട്രാക്ട് ലോ ആണ് കോടതി നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുസരിച്ചിട്ട് ഈ കോൺട്രാക്റ്റ് വാലിഡ് ആണോ അല്ലയോ, അത് മാത്രമേ കോടതി നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ 2 ഡിഗ്രിയുള്ള 2 വ്യത്യസ്തങ്ങളായ ഡിഗ്രികളുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് പൊതുവെ ഇല്ലല്ലോ. അവരെങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നത്? അവർ വേറൊരു വക്കീലിനെ കൂടെ സമീപിക്കേണ്ടി വരും. ഇത് 2 കൂടെ ഒറ്റ പാക്കിൽ നിങ്ങളെടുത്ത് കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. ഇനി ഒരു ചോദ്യമുള്ളത്, നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ഈ പണി പകുതിയായ ശേഷം കോൺട്രാക്ടർമാർ പണി ഉപേക്ഷിച്ച് പോയി കിടന്നൊരു വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾ നിയമത്തിൻ്റെ വശം കൂടി അറിയാവുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, അത്തരം വിഷയങ്ങളിൽ എന്താണ് ഒരു ആൾക്ക് ചെയ്യാൻ പറ്റുക? എന്ത് നഷ്ടപരിഹാരം തേടാനോ അങ്ങനെ എന്തെങ്കിലും വകുപ്പുണ്ടോ? തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നേടാം. ഇത് നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. നോർമൽ കോടതിയെ സമീപിക്കണമെങ്കിൽ നിങ്ങളുടെ പക്കൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും. ഉണ്ടാവണം. നിയമപരമായി നിലനിൽക്കുന്ന കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിന് ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഞാൻ കണ്ടേക്കുന്നത് ഒരു 200 രൂപ പത്രത്തിലോ 400 രൂപ പത്രത്തിലോ, പിന്നെ ഇന്ന വർക്കുകൾ ചെയ്ത് ഇത്ര രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഈ ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ ഈ വർക്ക് പൂർത്തീകരിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻ്റാണ് എഴുതാറുള്ളത്. അതിൽ പിന്നെ കോൺക്രീറ്റ് ഇന്നത്, ജനൽ പടി ഇന്ന തടി, ടൈൽ ഇന്നത്, പിന്നെ അങ്ങനെ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻസും എഴുതാറുണ്ട്. എന്നിട്ട് എത്ര നാളിനുള്ളിൽ പൂർത്തീകരിക്കാമെന്നും കൂടെ എഴുതിയിട്ട് ആ ഒരു എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ് അല്ല എഗ്രിമെൻറ്റ് അവിടെ ഒപ്പിട്ട് 2 കൂട്ടരും ഒപ്പിട്ടിട്ട് പരസ്പരം കൈമാറാണ്. ഇത് കോടതിയിൽ വാലിഡല്ല. കോടതിയിൽ വാലിഡല്ല അല്ല. അതാണ് സാധാരണക്കാർക്ക് അറിയാത്ത കാര്യം. ഇത് അയാളുമായി നമ്മൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നത് മാത്രമേ കോടതി പരിഗണിക്കത്തുള്ളൂ. അതൊരു കോൺട്രാക്റ്റ് ആവുന്നില്ല. അല്ല, ഇവിടെ 2 വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കോൺട്രാക്റ്റ് എന്നും അഗ്രിമെൻ്റ് എന്നും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം നമ്മൾ തമ്മിൽ ഒരു വാക്കാൽ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്ത ആഴ്ച വാ, ഞാൻ 100 രൂപ തരാം എന്ന് പറഞ്ഞാൽ അത് ഒരു വെർബൽ എഗ്രിമെൻ്റാണ്. ഇനി അത് തന്നെ ഞാൻ എഴുതി തരുവാണ്, നിങ്ങൾ അടുത്ത ആഴ്ച എൻ്റെ ഓഫീസിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ തരാം, എന്നിട്ട് ഇത് എന്ന് ഞാൻ സമ്മതിച്ചു കൊള്ളുന്നു. അപ്പോൾ നിങ്ങളും അതിൻ്റെ താഴെ ഒപ്പിടുന്നു, ഞാനും ഒപ്പിടുന്നു. അതൊരു റിട്ടൺ എഗ്രിമെൻ്റാണ്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയാലും അത് എഗ്രിമെൻ്റ് മാത്രമേ ആവുന്നുള്ളൂ. ഇത് ലീഗലി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതെന്തായി മാറുന്നുള്ളൂ, കോൺട്രാക്റ്റായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റാണ് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്. പക്ഷേ അവിടെയും കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്തു തരാമെന്ന് പറയുന്ന കാര്യങ്ങൾ പോരാ. അവിടെ ഏതൊക്കെ വർക്ക് ഏതൊക്കെ മെത്തഡോളജിയിൽ വർക്ക് ചെയ്യുമെന്നുള്ളതും കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ലോകത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള ഒന്നാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, അതിൽ നിന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വന്നത്.
ആ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി പറയുന്നുണ്ട് കോൺക്രീറ്റ് ഇന്ന ഗ്രേഡ് വേണം, സ്റ്റീൽ ഇന്ന ഗ്രേഡ് വേണം, അതുപോലെ എല്ലാ വർക്കിൻ്റെ മെത്തഡോളജി ഉൾപ്പെടെ, മെറ്റീരിയലിൻ്റെ ഗ്രേഡ് മാത്രമല്ല മെത്തഡോളജി ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്പെസിഫൈ ചെയ്ത് ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, അതേപോലെ എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് ഡ്രോയിങ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഷെഡ്യൂള്, ടൈം ഷെഡ്യൂള്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അല്ലാതെ ഒരു 200 രൂപ പത്രത്തിൽ എഴുതി കഴിഞ്ഞാൽ അത് ലീഗൽ വാലിഡ് കോൺട്രാക്റ്റായി മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രാക്ടർ പണി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റാണ്, അഗ്രിമെൻറ്റ് പോരാ. എഗ്രിമെൻറ്റ് പോരാ, നഷ്ടപരിഹാരം പക്ഷെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പ്രൊസീജിയർ സ്റ്റെപ്പ് കൂടും, ബുദ്ധിമുട്ടുകളാണ്. കോടതിയിലുള്ള നമുക്ക് പോക്കുവരവ് കൂടി വരും. ഇതുപോലെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ്, ഇപ്പോൾ നമ്മളൊരു വീട് 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അഗ്രി ചെയ്തു, കോൺട്രാക്റ്റോ അഗ്രിമെൻറ്റോ എന്തോ ഉണ്ടാക്കി, കുഴപ്പമില്ല. അങ്ങനെ 40 ലക്ഷം രൂപ കൊടുത്തു, ഇനി 10 ലക്ഷം രൂപ കൂടെ കൊടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പോഴാണ് കോൺട്രാക്റ്റ് പറയുന്നത് 10 ലക്ഷം കൂടി മതിയാവില്ല, ഇനി ഒരു 25 ലക്ഷം രൂപ കൂടെ വേണം എന്ന് കോൺട്രാക്റ്റ് പറയുകയാണ്. ഇവിടെയുള്ളൊരു വിഷയം, നമ്മൾ നിലവിൽ 40 ലക്ഷം രൂപ കൊടുത്തല്ലോ, അത്രയും രൂപയുടെ പണി അവിടെ ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുക? കുറച്ച് വർക്കുകൾ അയാൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ 40 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു, കൊടുത്തു. പക്ഷേ അത് 40 ലക്ഷത്തിന് ആ ഒരു മൂല്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെയാണ് അത് ചെയ്യിക്കുന്ന ഒരാൾക്ക്, അതിൻ്റെ ഉടമസ്ഥർ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതിൽ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ആദ്യം പറഞ്ഞ കോൺട്രാക്റ്റ് കണ്ടീഷൻ അത് ക്ലിയർ ആണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ഒരു എൻജിനീയറെ കൊണ്ട് ആ നടന്ന വർക്കിൻ്റെ വാലുവേഷൻ ചെയ്യിക്കണം. അപ്പോൾ ആ വാലുവേഷൻ ചെയ്ത് കഴിയുമ്പം കൃത്യമായും നടന്ന വർക്ക് അതിൻ്റെ കൂടെ ഒരു കോൺട്രാക്ടർ പ്രോഫിറ്റ് ഇട്ടു. അപ്രൂവ്ഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് എഞ്ചിനീയർ, ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ്, അവരെല്ലാം അപ്രൂവ്ഡ് എഞ്ചിനീയേഴ്സാണ്. ഓക്കെ. അത് കോടതിയിൽ അത് വാലിഡാണ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് വാലിഡാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ലോക്കൽ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യിക്കുന്നതിന് നോർമലി വരുന്നൊരു തുക എന്തായിരിക്കും? ഡിപ്പെൻസ് ആണ്, അതായത് എന്തുമാത്രം ഏരിയ ഉള്ള സ്ക്വയർ ഫീറ്റിലാണ് അത് കണക്ക്. സ്ക്വയർ ഫീറ്റിലല്ല അത് വരുന്നത്. ശരിക്കും വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5,000 മുതൽ മുകളിലേക്കാണ്. പിന്നെ എസ്റ്റിമേറ്റ് എടുക്കുവാണെങ്കിൽ എസ്റ്റിമേറ്റ് തുകയുടെ പെർസെൻറ്റേജാണ് എസ്റ്റിമേഷൻ ഫീ. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ അത് 0.5% ആവാം, ചിലപ്പോൾ 1% ആവാം, അങ്ങനെയാണ് വരിക. അപ്പം അത് നിങ്ങൾ എത്ര പ്രഗത്ഭരെ കാണുന്നു എന്നുള്ളതിനെ വക്കീൽ ഫീസ് കൂടുന്നത് പോലെ തന്നെ ഇത് കൂടും. കൂടുതൽ ഇതായിട്ടുള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ അവർ ഫീസ് കൂടുതൽ വാങ്ങും.